പഠിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് മോൾഡിങ്, മൂന്നാമത്തത് ഡ്രൈയിങ്, നാലാമത്തത് ബേണിങ്. അങ്ങനെ പ്രധാനമായിട്ട് ഒരു ബ്രിക്ക് മാനുഫാക്ചറിംഗ് നേരത്ത് ഈ 5 കാര്യങ്ങളാണ്, ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അത് നമ്മൾ ഏറ്റവും ആദ്യം നോക്കാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. ഒരു ക്ലേ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെ ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലേ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറയാണ് ബ്രിക്ക് ഉണ്ടാക്കാൻ ക്ലേ വേണം, സ്വാഭാവികമായിട്ടും ക്ലേ വേണം, മണ്ണ് വേണം, അല്ലെങ്കിൽ ചെളി വേണം, അല്ലെങ്കിൽ കളിമണ്ണ് വേണം. അപ്പോൾ നമ്മളുടെ പറമ്പിൽ ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളുടെ പറമ്പെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ പറമ്പെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ നിന്ന് ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ് എടുത്തിട്ട് വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാനപ്പം സൈറ്റിൽ പോയിട്ട് മണ്ണ് എടുക്കുകയാണ്. ഞാൻ മണ്ണെടുക്കാൻ പോയപ്പോൾ ഇവിടെയുള്ള മണ്ണ് എനിക്ക് എടുക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ ഇവിടുത്തെ മണ്ണ് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവിടുത്തെ ചെറിയ പുല്ല് വരാം, അല്ലെങ്കിൽ ചെറിയ കുപ്പിച്ചില്ല ഉണ്ടെങ്കിൽ അത് വരാം, അല്ലെങ്കിൽ കല്ലുകളുണ്ടെങ്കിൽ കല്ലുകൾ വരാം, അതുമല്ലെങ്കിൽ വല്ല വേസ്റ്റ് വരാം, അനിമൽ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറുണ്ട് ഈ ഒരു സർഫേസിലുള്ള സോയില് നമ്മൾ എടുക്കത്തില്ല. എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് പ്രശ്നം, ഈ വേസ്റ്റ് സാധനങ്ങളൊക്കെ കയറി വരും. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളുടെ PSC ചോദ്യം എത്ര ഡെപ്തിന് താഴെ, സർഫേസിൽ നിന്ന് എത്ര ഡെപ്തിന് താഴെയുള്ള സോയിലാണ് നമ്മൾ എടുക്കേണ്ടത് ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടി, അത് ഓർക്കുക. അതായത് സർഫേസിൽ നിന്ന് 20 സെന്റിമീറ്റർ താഴെയുള്ള സോയിലിനെയാണ് നമ്മൾ എടുക്കേണ്ടത് ബ്രിക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ സൈറ്റിൽ പോയിട്ട് ഞാൻ ആദ്യത്തെ 20 സെന്റിമീറ്റർ ഞാൻ കുഴിച്ച് മാറ്റും. ആ മണ്ണിനെ ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യണത്, ബാക്കിയുള്ള മണ്ണ് എടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്, പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് സോയിലിനെ, ഇവിടെ ഉള്ള സോയിലിനെ മാറ്റുകയാണ്. ദാറ്റ് ഈസ് അൺസോയിലിംഗ്. ഓക്കെ, രണ്ടാമത്തെ പ്രോസസ്. അപ്പം ഈ മണ്ണത്ര, ഇവിടെയുള്ള മണ്ണത്ര മാറി. ഇനി നമുക്ക് ഡയറക്റ്റ് ഈ മണ്ണ് കാണാം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മണ്ണ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് മണ്ണേ വാ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഞാൻ മണ്ണ് വരത്തില്ല. എന്ത് ചെയ്യണം, നമ്മൾ ഡിഗ് ചെയ്യണം, നമ്മൾ കുഴിച്ചെടുക്കണം. അതായത് രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഡിഗ്ഗിങ്. മണ്ണ് ഡിഗ് ചെയ്ത്